الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ثم أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد أعوذ بالله السميع العليم من الشيطان الرجيم الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة فلا تزكوا أنفسكم هو أعلم بمن اتقى ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കൃത്യമായിരിക്കുവാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഓരോരുത്തരും നമ്മെ വിലയിരുത്തുന്നത് അവരുടെ വീക്ഷണകോണിൽ നിന്നാണ്. ആ വീക്ഷണകോണിൽ നിന്ന് അവരെ നമ്മെ കാണും, നമ്മെ വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. ചിലർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മളൊരു പിശുക്കനായിട്ടായിരിക്കും. ചിലർ നമ്മളെ വിലയിരുത്തുന്നത് ഈ ജന്മം പാഴായിപ്പോയ ഒരു പടുവിഡ്ഢിയെ ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലർ നമ്മളെ വിലയിരുത്തുന്നത് അയാൾ നല്ല തഖ്വയുള്ള സൂക്ഷ്മത ഒരു വ്യക്തി ആണെന്ന നിലയ്ക്കായിരിക്കും. ചിലർ നമ്മളെ അധാർമികമായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ദുഷ്ടനായിട്ട് ചിലപ്പോൾ നമ്മളെ വിലയിരുത്തും. ചിലർ നമ്മളെ അയാൾ ധീരനും സാഹസികനുമാണ് എന്ന് ചിലപ്പോൾ കാണും. ചിലരോ നമ്മളൊരു ഭീരുവും പേടിത്തൊണ്ടനുമായി കുറിച്ച് അയാൾ കാണുന്നത്. ചിലർ നമ്മളെക്കുറിച്ച് അഹങ്കാരിയായിട്ടായിരിക്കും വിലയിരുത്തുന്നത്. മറ്റു ചിലർ നമ്മളെ ഒരു വിനയാന്വിതനായ വ്യക്തിയായിട്ടായിരിക്കും വിലയിരുത്തുന്നത്. പറഞ്ഞു ചിലരൊക്കെ നമ്മളെ അങ്ങ് നക്ഷത്രങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി സ്ഥാപിക്കും. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ നമ്മെ ഭൂമിക്കടിയിലേക്ക്, പാതാളത്തിലേക്കെന്നൊക്കെ പറയുന്നത് പോലെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഓരോരുത്തരും നമ്മളെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകളും അവരുടെ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് നമ്മെ കാണുന്നതും കൊണ്ട് തന്നെയാണ്. എന്നാൽ അവരുടെ അനുമാനങ്ങൾക്കും അവരുടെ ആബോഹങ്ങൾക്കും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാർക്കിട്ടിട്ടില്ല. പടച്ചറബ്ബ് അതൊന്നും കണക്കിലെടുത്തിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിലയിരുത്തുന്നത് നാം എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് എന്നുള്ളത് വളരെ ശരിയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മോട് പറയുകയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മെക്കുറിച്ചറിയുന്നവൻ അള്ളാഹുവാണ്. വേറൊരാളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്ര അടുത്ത് നമ്മെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹു നമ്മെ സൃഷ്ടിക്കുകയും നമ്മുടെ മനസ്സുകൾ വായിക്കുകയും വാസിറു ഖൗലക്കും അവ ഇജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, നിങ്ങൾ വാക്കുകൾ ഉച്ചത്തിലാക്കുകയോ പതുക്കെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകളും വികാരങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിൻ്റെ ഒരു ഭാഗമാണ്, ഒരായത്താണ് ഞാനിവിടെ ആമുഖമായി ഓതി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: അത് വലിയ പാപങ്ങളിൽ നിന്നും നിസ്സാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊടുക്കാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ രക്ഷിതാവ് വിശാലമായി പാപമോചനം നൽകുന്നവനാണ്. ഹുവ അഅലമു ബിഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ.
അള്ളാഹു പറയുകയാണ്, നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ സന്ദർഭത്തിലും നിങ്ങളുടെ ഉമ്മയുടെ വയറുകളിൽ ഗർഭസ്ഥ ശിശുക്കളായിരിക്കുന്ന സന്ദർഭത്തിലും അവനാണ് അഥവാ അള്ളാഹുവാണ് നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ. അതിനാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക. അവനാകുന്നു സൂക്ഷ്മത പാലിക്കുന്നവരെ പറ്റി അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചവരെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, പടച്ചുറപ്പാണ്, നാം മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറം നമ്മെക്കുറിച്ചറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അതല്ല. അള്ളാഹു നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിൽക്കുന്നത് കൊണ്ടും അവനാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്നതുകൊണ്ടും സഹോദരങ്ങളെ, ആ ഭാഗം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. എന്നാൽ അത് കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ആരാണ്? നാം തന്നെയാണ്. ഓരോരുത്തരും അവനവൻ്റെ നിലയും സ്വയം ഒന്ന് വിലയിരുത്തണം. തനിക്കെത്ര ഖദറുണ്ട്, തനിക്കെത്ര കഴിവുണ്ട്, തനിക്കെത്ര പദവിയുണ്ട്, തൻ്റെ കഴിവുകളെന്ത്, തൻ്റെ യോഗ്യതകളെന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാനുള്ള ഒരു വഴി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടെത്തേണ്ടതുണ്ട് സഹോദരൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ നമ്മെക്കുറിച്ച് ഒരു സ്വയം വിലയിരുത്തൽ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കൊരുപാട് പുരോഗതികൾ ഉണ്ടാകും. ഭൗതികമായിട്ടും ഉണ്ടാകും, ആത്മീയമായിട്ടും നമുക്കുണ്ടാകുന്നതാണ്. ഒന്ന്, ഇവിടെ ഞാൻ ഭൗതിക വിഷയങ്ങളല്ല പറയുന്നത്, ആത്മീയ ജീവിതത്തിൽ അതിൻ്റെ ഗുണഫലം. അതിൽ ഒന്നാമതായി സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് സ്വയം ഒരു ബോധ്യം വേണം. നമുക്കറിയാം, തിന്മകളും തെറ്റുകളുമൊക്കെ കുലം കുത്തിയൊഴുകുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നോർമലൈസ് ചെയ്ത് എല്ലാം ഒരു സാധാരണ പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല, അതിന് സമയമില്ല. ഇന്ന് രാവിലെ ചെയ്തതുപോലും ഒരു വേള നമ്മുടെ മനസ്സിൽ അതൊരു തെറ്റായി നിലനിൽക്കുന്ന സമയം കഴിഞ്ഞു, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അസ്തമിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു സ്വയം വിലയിരുത്തൽ അത്യാവശ്യമാണ്. താൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ ഏത് നിലപാടിലാണ് എന്നുള്ള ഒരു ശരിയായ ബോധം ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ എത്ര നമ്മെ പ്രശംസിച്ചാലും, ആരെത്ര നമ്മുടെ കഴിവുകളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണനകൾ നടത്തിയാലും നമുക്കൊരു സ്വയം വിലയിരുത്തലുണ്ടാവും. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ആരാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാകും. അതുപോലെ ആരൊക്കെ നമ്മളെ താഴ്ത്തിക്കെട്ടിയാലും, ആരൊക്കെ നമ്മളെ ഇകഴ്ത്തി സംസാരിക്കും ഒരു ബോധ്യം ഈ വിലയിരുത്തലിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സഹോദരങ്ങളെ. മാത്രവുമല്ല, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മുൻഗാമികൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു വ്യക്തിയെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അത് അവനവനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മൻ ജഹില ഖദ്റ നഫ്സിഹി അദല അലാ നഫ്സിഹി വഅദല അലാ ഗൈരിഹി എന്നാണ്. അതായത് സ്വന്തം മൂല്യത്തെക്കുറിച്ച് അജ്ഞനായിട്ടുള്ളവൻ അവൻ തന്നോടും മറ്റുള്ളവരോടും അവൻ അനീതി കാണിക്കും എന്നാണ്. ആ ഒരു വിലയിരുത്തൽ സഹോദരൻ നമ്മൾ സ്വയം നിർവഹിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആഫത്തുൻ നാസി മിൻ ഖില്ലത്തി മഅരിഫതിഹിം ബി അൻഫുസിഹിം എന്നാണ്. ജനങ്ങൾക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്തെന്ന് ചോദിച്ചാൽ സ്വയം വിലയിരുത്താൻ ഉള്ള ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സ്വന്തത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അപകടമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഒരു മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ആ ഗുണങ്ങളിൽ ഒന്ന് സഹോദരങ്ങളെ, ഒന്ന്, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും തൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിൽ താൻ ഒരു നിസ്സാരനാണ്, ഞാനൊരു അടിമയാണ് എന്ന ബോധം അവനിൽ എപ്പോഴും ഉണ്ടാകുമെന്നതാണ്. സഹോദരങ്ങളെ, സ്ഥാനത്തിനു മുകളിൽ ഒരാളും അവനവൻ അറിയിക്കുന്ന സ്ഥാനത്തിനു മുകളിൽ ഒരിക്കലും എത്താൻ
ഒരാൾ മുതിരരുത് എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, ഇദാ അറഫർ റജുലു ഖദറ നഫ്സിഹി, ഒരാൾക്ക് സ്വന്തം മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടെങ്കിൽ, അങ്ങനെ സ്വന്തത്തെക്കുറിച്ചുള്ളൊരു ധാരണ അവനുണ്ടെങ്കിൽ, തീറു ഇൻദ നഫ്സിഹി അദല്ലു മിനൽ കൽബ് എന്നാണ്. അവൻ സ്വന്തം ദൃഷ്ടിയിൽ ഒരു നായയെക്കാളും നിന്ദ്യനാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കരിക്കാനോ ഗമ കാണിക്കാനോ ഗർവ് നടിക്കാനോ ഒന്നിനും അവന് തോന്നുകയില്ല. താൻ ആരാണ് എന്നൊരു ചിന്ത. അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ എത്ര നമ്മൾ അഹങ്കരിച്ചാലും അവൻ റബ്ബിൻ്റെ മുന്നിൽ ഒരു അടിമ മാത്രമാണ് എന്ന ബോധത്തിലേക്ക് അവൻ തിരിച്ചു വരും എന്നതാണ് സഹോദരങ്ങളെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം മുഹ്ലിബ് ബിൻ അബീ സഫ്ര എന്ന വ്യക്തിയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അല്ലെങ്കിൽ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് നടന്നു നീങ്ങുമ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയെ കാണാനിടയായി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയുടെ നടത്തത്തിൽ അല്പം ഗമയും ഗർവുമുണ്ട് എന്ന് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്ക്ക് അദ്ദേഹം ചോദിച്ചു, അമാ അലിംത അന്ന ഹാദിഹിൽ മശ്യ തുക്റഹ് ഇല്ലാ ബൈന സ്വഫൈനി. യുദ്ധ സന്ദർഭത്തിൽ റെജിമെന്റുകൾ, അവിടെയുള്ള ആർമികൾ ഇങ്ങനെ സ്വഫായിട്ട് നിൽക്കുമ്പോൾ മാത്രം പുറത്തെടുക്കേണ്ടുന്ന ഈ ഒരു ഗമയോടുകൂടിയുള്ള നിപ്പും നടപ്പുമുണ്ടല്ലോ, ഇത് വേറെ സന്ദർഭത്തിലും അനുവദനീയമല്ല. ഇത് വെറുക്കപ്പെട്ട നടത്തമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അൽ മുൽഹിബ് ചോദിച്ചു, അമാ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഅരിഫുക അഹ്സനൽ മഅരിഫ, എനിക്ക് താങ്കളെ നന്നായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ കുറിച്ചിലാക്കിയത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മാ അവ്വലുക ഫനുതുഫത്തുൻ മുദിറ. അദ്ദേഹം പറയുകയാണ്, എനിക്കറിയാം താങ്കളെക്കുറിച്ച്, നിന്റെ തുടക്കത്തിൽ നീ നിന്ദ്യനായ ഒരു ശുക്ലത്തുള്ളിയായിരുന്നു, ഒരു ബീജത്തുള്ളിയായിരുന്നു എന്ന് എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. നിന്റെ അവസാനത്തിൽ നീ വൃത്തികെട്ടൊരു ശവമായി മാറുമെന്നും എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്നിട്ടോ അത് മാത്രമല്ല പറയുകയാണ്, ഇതിനിടയിലുള്ള ആ ശരീരമെന്ന് പറയുന്ന സാധനം, ആ സാധനം എന്താണ്? വിസർജ്യങ്ങൾ വഹിക്കുന്ന ഒരു ശരീരം. ഇത് തന്നെയാണ് താങ്കൾ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തി അദ്ദേഹം വളരെ താങ്കൾ എന്നെ ഞാൻ ആരാണ് എന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളത്രയേ ഉള്ളൂ എന്നൊരു ബോധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ അവിടുത്തെ കൈപ്പടയിൽ സഹാബികളെ കാണിച്ചുകൊണ്ട് അവിടുത്തെ കൈപ്പടയിൽ ഇവിടുന്ന് തുപ്പലാക്കി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം അന്നാ തഅജുസിനി വഖദ് ഖലഖതുക മിൻ മിത്ലി ഹാദാ. ആദമിന്റെ പുത്ര, നീ എന്നെ തോൽപ്പിച്ച് കളയുന്ന രൂപത്തിലല്ലേ നിന്റെ നടപ്പും ഭാവവും ഒക്കെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ആദമിന്റെ പുത്ര, നീ എന്നെ അങ്ങ് തോൽപ്പിക്കും, നീ എന്നെ അങ്ങ് പരാജയപ്പെടുത്തുമെന്നുള്ള ഭാവമാണല്ലോ നിനക്ക്. എന്നാൽ നീ മനസ്സിലാക്കിക്കോ, ദാ ഇതുപോലെയുള്ള ഒന്നിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്റെ കയ്യിൽ തുപ്പലാക്കിയിട്ടാണ് റസൂൽ പറയുന്നത്, ഇതുപോലെയുള്ളൊരു വസ്തുവിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ബോധം നിനക്കുണ്ടാകണം. എന്നിട്ട് റസൂൽ പറയുകയാണ്, ഞാൻ നിന്നെ രൂപപ്പെടുത്തി. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ രൂപപ്പെടുത്തി. നീ നടക്കുന്ന സമയമെത്തിയപ്പോൾ നീ അഹങ്കരിക്കുകയാണ്. മനസ്സിലാക്കിക്കോ, ഇനി നീ ചെന്ന് കിടക്കാനുള്ളത് വലിൽ അർളി മിൻക വഈദ്, മണ്ണിനടിയിലാണ് ഇനി നിനക്കുള്ള വാസസ്ഥലം എന്നും കൂടി നീ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയുള്ളൂ മനുഷ്യൻ. നാലിച്ചോ, മയ്യത്ത് കുളിപ്പിക്കാൻ പോയിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഉറ്റവരുടെയും ഉടയവരുടെയും അതല്ലെങ്കിൽ കൂട്ടുകാരുടെയും മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, കുളിപ്പിച്ചിട്ടുള്ളവർക്കറിയാം ആ മയ്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല.
ഇത്രയും നാള് തൻ്റെ വിസർജ്യങ്ങൾ തൻ്റെ കൈ ശരീരങ്ങൾ കൊണ്ട് വൃത്തിയാക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ ചരിച്ചു കിടത്തി, അതല്ലെങ്കിൽ ഒന്നിങ്ങനെ വയറിങ്ങനെ ഒഴിയാൻ പാകത്തിൽ ഒരാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ താങ്ങി വെച്ചിട്ട് വയറിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ പുറത്തു വരും. അതാണ് മനുഷ്യൻ. അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം. അതാണ് സ്വയം വിലയിരുത്തുക എന്ന് പറയുന്നത്. നമ്മൾ എത്ര വലിയ ആളായി തീർന്നാലും നമ്മുടെയൊക്കെ പര്യവസാനം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ ഒരു അടിമയാണ് എന്ന ബോധം നമ്മൾ മറന്നു പോകരുത്. മുമ്പൊരു രാജകുമാരനെ കുറിച്ച് പറയാറുണ്ട്. ഒരു റിസാലയിൽ അഥവാ മുമ്പ് എഴുതപ്പെട്ട ചരിത്രത്തിൽ പറഞ്ഞതാണ്. ഒരു രാജകുമാരൻ ഒരു അടിമയെ വാങ്ങാനായി ചെന്നു എന്നാണ്. ആ അടിമയ്ക്ക് 1000 ദിർഹമാണ് വാഗ്ദാനം ചെയ്തത്, അല്ലെങ്കിൽ 1000 ദിർഹമാണ് പറഞ്ഞു വെച്ചത്. വിലയെടുത്തു കൊണ്ടുവരാൻ വേണ്ടി, ദിർഹം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇത് 1000-ൻ്റെ അത്രയൊന്നുമില്ല, 1000-നൊന്നും വലിയ മതിപ്പില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോകാൻ നിന്നപ്പോൾ ആ അടിമ യജമാനനോട് പറയുകയാണ്, യജമാനരെ, നിങ്ങൾ എന്നെ വാങ്ങൂ, നിങ്ങൾ എന്നെ വാങ്ങൂ. നിങ്ങൾ ഈ ചെലവഴിക്കുന്ന ഓരോ ദിർഹമിനും 1000 ദിർഹമിൻ്റെ വിലയുള്ള മൂല്യം, ഗുണം എന്നിലുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ ദിർഹമിനും 1000 ദിർഹമിൻ്റെ മൂല്യമുള്ള ഗുണം എന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വാങ്ങിച്ചോളൂ എന്നിങ്ങനെ അടിമ പറഞ്ഞു എന്നാണ്. ആ സന്ദർഭത്തിൽ ചോദിച്ചു, അതെന്ത് ഗുണമാണ്? നിസ്സാരമെന്ന് പറയുന്ന കാര്യം ഞാൻ വേണമെങ്കിൽ ആദ്യം പറയാം. എൻ്റെ ഗുണങ്ങളിലെ ഏറ്റവും നിസ്സാരമെന്ന് പറയാവുന്നത് ഞാൻ ആദ്യം പറയാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെന്നെ അടിമയായി നിങ്ങളെന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളുടെ പല അടിമകളുടെയും കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ചേർക്കുന്നു. ആ അടിമകളുടെ കൂട്ടത്തിൽ നിങ്ങൾ എനിക്ക് മുൻഗണന നൽകിയാലും ഞാൻ അഹങ്കാരിയാവുകയില്ല. അടിമ പറയാണ്, ഞാൻ അഹങ്കാരിയാവുകയില്ല. ഞാൻ ഒരടിമയാണ് എന്ന് എനിക്ക് ശരിക്കും അറിയാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ എത്ര വലിയ മുൻഗണന കൊടുത്താലും ഞാനൊരടിമയാണ് എന്നൊരു ബോധം അത് എന്നിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ആ ഒരു ഗുണം, അതാണ് ഏറ്റവും ചെറിയ ഗുണമായിട്ട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതാണ് പലപ്പോഴും നമ്മളിൽ ഇല്ലാതെ പോകുന്നത്. നമ്മൾ ആരാണ് എന്നൊരു കാഴ്ചപ്പാടും ഒരു ബോധവും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ ആലോചിച്ച് സങ്കടങ്ങളും പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക. എന്ത് നിസ്സഹായതയിൽ നിന്നാണ് ആ മനുഷ്യൻ ഈ പറയുന്നത്. ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിൻ്റെ ദാസനാണ്. വബ്നു അബ്ദിക, നിൻ്റെ ദാസൻ്റെ ഒരു മകനാണ്. വബ്നു അമതിക, നിൻ്റെ ഒരു ദാസിയുടെ മകനാണ്. നാസിയതി ബിയദിക, എൻ്റെ നാസിയതി ബിയദിക, എൻ്റെ മൂർധാവ് അഥവാ എൻ്റെ കടിഞ്ഞാൻ്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, നിന്റെ വിധിയാണ് എന്നിൽ നടപ്പിലാകുന്നത്. അദിലുൻ ഫിയ ഖദാഉക, നീ നടപ്പിലാക്കിയ വിധി എന്നിൽ അത് പൂർണ്ണമായും നീതിയുക്തമാണ് റബ്ബേ. ഒരു മനുഷ്യൻ സമ്മതിക്കാണ് പടച്ചവൻ്റെ മുമ്പിൽ. ഇത് പറഞ്ഞിട്ടാണ് രൂപത്തിൽ നമ്മൾ ആരാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവില്ലായ്മയും മറ്റുമൊക്കെ ഒരിക്കലും നമ്മെ അലോസരപ്പെടുത്തില്ല. നമ്മുടെ കഴിവും കഴിവില്ലായ്മയും കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് കഴിയാതെ പോയ കാര്യത്തിൽ നമ്മെ അത് അലോസരപ്പെടുത്തില്ല, നമ്മളെ അത് ബുദ്ധിമുട്ടിക്കുകയില്ല. അതാണ് സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ ഗുണമായിട്ട് പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, റഹിമല്ലാഹു മൻ അറഫ ഖദ്റ നഫ്സിഹി ഫസ്തറാഹ. സ്വന്തം മൂല്യത്തെക്കുറിച്ച് അറിയുകയും സമാധാനത്തിലായിരിക്കുകയും ചെയ്യുന്നവനോട് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്നാണ്. സ്വന്തം സ്വയം വിലയിരുത്തുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യട്ടെ. സ്വയം വിലയിരുത്തുന്നവർക്ക് എന്തുണ്ടാകും? അവന് സമാധാനമുണ്ടാകും സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ. എന്നു മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമുക്ക് പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ പാപങ്ങളെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കാകും. തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടാകും. ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. ഞാൻ ഇന്ന തെറ്റിനോട് എനിക്കൊരു ചായ്വുണ്ട്, അതുകൊണ്ട് അത്തരം തെറ്റുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ഞാൻ പോകാൻ പാടില്ല. സാമ്പത്തിക വിഷയത്തിൽ എനിക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയില്ല എങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ വീക്ക്നെസ് ആകുന്ന ആ മേഖലയിൽ ഞാൻ കൂടുതൽ അടുക്കാൻ പാടില്ല, ഞാൻ അവിടെ നിൽക്കാൻ പാടില്ല. എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കയ്യും എൻ്റെ ശരീരങ്ങളും എനിക്ക് പലപ്പോഴും ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അത്തരം ഭാഗത്ത് നിന്ന് മാറി നിൽക്കും. അതാണ് ആ സ്വയം വിലയിരുത്തലിൽ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അതുപോലെ തന്നെ മറ്റൊരാളെയും നമ്മൾ അപകടത്തിൽപ്പെടുത്തുകയില്ല. സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് നല്ലൊരു മാതൃകായോഗ്യനായ പിതാവാകും, മാതാവാകും, നല്ലൊരു ഇമാമാകും, നല്ലൊരു ഭരണാധികാരിയാകും. ഏത് രംഗത്താണോ നമ്മൾ നിൽക്കുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായി, ഒരു നല്ല ബോസായി, ഒരു നല്ല മുദീറായി നമുക്ക് മാറാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കും, ഞാൻ തെറ്റ് വരുത്തിയാൽ എൻ്റെ കീഴിലുള്ള മുഴുവൻ ആളുകളും ഈ തെറ്റ് വരുത്തും. ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ അനുകരണീയമല്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് എൻ്റെ ചെലവ് പറ്റി ജീവിക്കുന്ന ആളുകളും അത് അനുകരിക്കും എന്ന ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാകുമെന്നതാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ അതൊരിക്കലും ഞാൻ ഇടപെടുകയില്ല എന്നൊരു ബോധം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സ്വയം വിലയിരുത്തിയാൽ എന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ വെറുതെ തലയിടണ്ട എന്നൊരു ചിന്ത നമുക്കുണ്ടാക്കിയെടുക്കും. റസൂൽ പറഞ്ഞതല്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി എന്നാണ്. തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഒരു മുസ്ലിം തലയിടാതിരിക്കുക എന്നത് അവൻ്റെ ശരിയായ ഇസ്ലാം ആശ്ലേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഇല്ലാത്തത് കൊണ്ട് ആരും അഹങ്കരിക്കുകയുമില്ല. സ്വയം വിലയിരുത്തിയാൽ എൻ്റെ കയ്യിലുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള ചിന്ത. ചില ആൾക്കാരെ കണ്ടില്ലേ സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ടൊന്നും ഒരു പുരോഗതിയും ഉണ്ടാവുകയില്ല, പക്ഷേ അവരൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മൂല്യങ്ങൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും അവരെന്തോ വലിയ ധനാഢ്യരാണ് എന്ന് തോന്നിപ്പോകും. കൃത്രിമമായ ധന്യത ഒരിക്കലും നമുക്ക് നല്ലതല്ല. ഓരോരുത്തരും അവനവൻ്റെ ചിലവിലും അവനവൻ്റെ സാമ്പത്തികമായ കഴിവിൻ്റെ പരിധിയിലും നിന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരെ നോക്കി നമ്മൾ അസൂയപ്പെടുക, അവരെ അനുകരിക്കുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാം നമ്മെ ആ രൂപത്തിൽ പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കൽ 1000 ദിർഹം കൊടുത്തൊരു മോതിരം വാങ്ങി. അങ്ങനെ മോതിരം വാങ്ങിയത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അറിഞ്ഞപ്പോൾ മകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, നീ 1000 ദിർഹം കൊടുത്തിട്ട് മോതിരം വാങ്ങിയോ? എങ്കിൽ നീ ആ 1000 ദിർഹം അത് വിൽക്കുക, എന്നിട്ട് ആ വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ടുവന്നിട്ട് 1000 പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരമുണ്ടാക്കി എന്നാണ് മകനോട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ, ഒരു സഹോദരി, ഒരു മഹദി അവർ വന്നു. സഹാബി വനിതയാണ്. വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു സഹഭാര്യയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുമുണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് നൽകുന്നതിനും അപ്പുറം ഞാൻ സംതൃപ്തയാണെന്ന് നടിച്ചാൽ എൻ്റെ മേൽ എന്തെങ്കിലും പാപമുണ്ടാകുമോ? എനിക്ക് എൻ്റെ ഭർത്താവ് തരുന്നതിനപ്പുറത്ത് ഞാൻ സംതൃപ്തനാണ്, തരുന്നതിനും അപ്പുറത്ത് സംതൃപ്തയാണ്. ചിലപ്പോൾ മറ്റേ ഭാര്യയുടെ മുന്നിൽ നിന്ന് ആളാകാനായിരിക്കാം, അങ്ങനെയായിരിക്കാം. ആ രൂപത്തിൽ ഞാൻ നടിച്ചാൽ ഞാൻ പാപിയാകുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്. അങ്ങനെ ചെയ്താൽ തനിക്ക് നൽകപ്പെടാത്തതിൽ തൃപ്തനാണെന്ന് നൽകുന്നവൻ വ്യാജത്തിൻ്റെ 2 വസ്ത്രങ്ങളാണ്, ഫേക്കായ 2 വസ്ത്രങ്ങൾ ധരിച്ചവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ. എന്ത് കൃത്യമാണ്! ഇല്ലാത്തതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇല്ലാത്തതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. എന്നാൽ ഉള്ളവരോ അള്ളാഹു തന്ന നിഅമത്ത്
അത് ആ നിഅമത്ത് പ്രകടിപ്പിക്കുന്നതിന് വിരോധവുമില്ല. ഇസ്ലാം അത് അനുവദിച്ചു തന്ന കാര്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിനയം വേണം, എളിമ വേണം. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ മികച്ചതാണ് എന്ന അത്തരം ചിന്താഗതികൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ അല്ലാഹുവിൻ്റെ ദാസന്മാരാണ്. ലോകപ്രശസ്തരായ ഭുവന പ്രശസ്തരായ പണ്ഡിതന്മാരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, കണ്ണീരൊഴുക്കിപ്പോകും. ഷേഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും ഷേഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയും ഷേഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുമുള്ളയും അവർ കൂടി ഒരു ഹജ്ജ് കർമ്മത്തിൽ ഒരു ഹജ്ജ് സീസണിൽ ഒരുമിച്ച് ഹജ്ജിന് വന്നിരുന്നു. ആ സംഭവത്തിന് സാക്ഷിയായ ഷേഖ് മുഹമ്മദ് ഹസ്സാൻ ഹഫിളഹുല്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് പറയാണ്, മൂവരും ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഒരു സീസണിൽ ഒരുമിച്ച് വന്നു. അങ്ങനെ വന്ന സന്ദർഭത്തിൽ അങ്ങനെ മിനയിൽ വെച്ച് ഇങ്ങനെ മൂവരും ക്ലാസ്സുകളും എടുക്കുന്നു. സംശയങ്ങൾ ചോദിക്കുമ്പോൾ സംശയങ്ങൾ മറുപടി കൊടുക്കുന്നു. അതിൻ്റെ ലീഡർ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംശയം കൊടുക്കുന്നു ജനങ്ങൾക്ക്. ഷേഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ജനങ്ങൾക്ക് സംശയത്തിന് മറുപടി കൊടുക്കുന്നു. ഷേഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഫിഖ്ഹുമായി കർമ്മവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര മേഖലയിൽ ജനങ്ങൾക്ക് സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ളുഹർ ബാങ്കിൻ്റെ സമയമായി, ളുഹർ നിസ്കരിക്കേണ്ട സമയമായി. ഷേഖ് മുഹമ്മദ് ബിൻ ഹസ്സാൻ ഹഫിളഹുല്ല പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ആര് ഇമാമ് നിൽക്കും? മൂവരും ലോകപ്രശസ്തരായ പണ്ഡിതന്മാരാണ്, ആരായിരിക്കും ഇമാമ് നിൽക്കുക എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഷേഖ് നാസിറുദ്ദീൻ അൽബാനി ഷേഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് പറഞ്ഞു, ഇമാമ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെയും ഖുർആനിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്, 3 പേരും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൻ്റെ വിഷയത്തിൽ അന്ത അഅലമു ബി ഹദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് വിഷയത്തിൽ ഞങ്ങളെക്കാളും പ്രാവീണ്യവും കഴിവും അറിവും നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ഷേഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയോട് ഇമാമ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇമാമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഷേഖ് ഇബ്നു ബാസിനോട് റഹിമഹുള്ളയോട് ചോദിച്ചു, ഞാൻ ഏത് നമസ്കാരം നിസ്കരിക്കണം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഞാൻ ലഘൂകരിച്ച് നമസ്കരിക്കണോ? ഷേഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം നിങ്ങൾ ശരിക്കും നിർവഹിക്കുക. അല്ലിംനി യാ ഷേഖ്, എന്നിട്ട് ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരൂ. ഏത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം എങ്ങനെയായിരുന്നുവെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് താങ്കൾ കാണിച്ചു റഹിമഹുല്ല ഷേഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങൾ, ഇവിടെ നാലുചുക്കി ഹക്കദാ ഉലമാഉന, ഇതാണ് നമ്മുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിൻ്റെ അയിമ്മത്തുകൾ, അഹങ്കാരങ്ങളില്ലാത്ത ജാടകളില്ലാത്ത ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സ്വയം വിലയിരുത്തുക, നമ്മൾ എവിടെത്തി, നമ്മൾ ഖുർആൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ എവിടെത്തി നിൽക്കുന്നു, നമ്മുടെയൊക്കെ അറിവെന്താണ് എന്നൊക്കെ കുറിച്ചൊരു ധാരണ നമ്മൾ നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി വസല്ലമ തസ്ലീമൻ കതീറ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്കും അറിയാം. 2002 വോട്ടർ ലിസ്റ്റാണ് ഇപ്പോൾ SIR പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ പേരില്ലാത്ത ആളുകൾ SIR പരിഷ്കരണത്തിൽ ഉൾപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പേര് ചേർക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. BLO എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ നമ്മുടെ വീട്ടിലേക്ക് വരികയും അതുപോലെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നുമുണ്ട്. അവരിൽ നിന്ന് ഫോം വാങ്ങി അത് പൂരിപ്പിച്ച് നൽകാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ മുസ്ലിം സംഘടനകൾക്കും വിശേഷിച്ചും ഈ നിർദ്ദേശങ്ങൾ മിമ്പറുകളിലൂടെ തന്നെ കൊടുക്കാൻ നമുക്ക് ബഹുമാന്യനായ TK അഷ്റഫ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളും ഈ ഒരു അവസരം ശരിയായ രൂപത്തിൽ വിനിയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ വീട്ടിൽ കടന്നു വരുന്ന BLOമാർ അവരോട് മാന്യമായി ഈ വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആരൊക്കെ ഏതൊക്കെ കുബുദ്ധികൾ നടത്തിയിട്ടാണെങ്കിലും നമുക്കറിയില്ല. നമുക്കറിയാം, സ്ഥിരതകളും മറ്റുമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി ഗൗരവത്തോടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി
നടപ്പാക്കണമെന്നറിയിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ നമ്മൾ ഖുതുബ ഖുതുബ കേൾക്കാൻ വന്നിരുന്ന നമ്മുടെ വന്ധ്യപിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ നാത്തൂനായിട്ട് വരുന്ന ഒരു സഹോദരി വളരെ പ്രയാസത്തിലാണ്. പെട്ടെന്ന് ഒരു മാരകമായ അസുഖം വന്നു. അതിൻ്റെ ഒരു വല്ലാത്തൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരി പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ സമ്പൂർണ്ണ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടിപ്പോൾ ഹോസ്പിറ്റലിൽ ICUയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മറ്റുമൊക്കെയായിട്ട് ധാരാളം പൈസ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്ന് സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമുക്കെല്ലാം ഖൈറാക്കി തരുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ, ആക്സിഡൻറ്റ്, അപകട മരണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഭരണകൂട ഭീകരതയിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ലോകത്തുടനീളം മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങൾ അള്ളാഹുവെ നീ അവസാനിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സുഡാനിൽ നടക്കുന്ന ആ കൊള്ളയും കൊള്ളിവെപ്പും കൊലയും എല്ലാം തന്നെ നീ നിർത്തിവെപ്പിക്കണേ. അള്ളാഹു അവസാനിപ്പിക്കണേ. അവരിലെ അക്രമികളെ നീ പിടികൂടണേ. അള്ളാഹുവെ, അവരിലെ പാപങ്ങളെ, സാധുക്കളെ റഹ്മാനായ റബ്ബെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഇസ്രയേലിൻ്റെ നരനികളെ നീ എന്നേക്കുമായി രക്ഷപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر إخواننا المسلمين في غزة. اللهم انصر إخواننا المسلمين في فلسطين وفي السودان وفي كل مكان. اللهم انصرهم. اللهم قوهم. اللهم اشف مرضاهم وارحم موتاهم. اللهم عليك باليهود المحتلين المعتدين وصائر أعداء الإسلام والمسلمين. اللهم دمر كيدهم وشتت شملهم وفرق جمعهم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.